നിങ്ങൾക്ക് ഈ ഒരൊറ്റ ജീവിതമേയുള്ളൂ. നിങ്ങളതെങ്ങനെ ചെലവഴിക്കുന്നു? ക്ഷമ പറഞ്ഞുകൊണ്ടോ, പശ്ചാത്തപിച്ചുകൊണ്ടോ, ചോദ്യം ചെയ്തുകൊണ്ടോ, സ്വയം വെറുത്തുകൊണ്ടോ, ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടോ, നിങ്ങളെ വേണ്ടാത്ത ആളുകളുടെ പുറകെ പാഞ്ഞുകൊണ്ടോ? നല്ലത് എന്ന് തോന്നുന്നത് ചെയ്യുക, നല്ലത് ഏറ്റെടുക്കുക. ഒരേയൊരു ജീവിതമേയുള്ളൂ. അത് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുക. ജീവിതം എൻ്റെ സ്വന്തമാണെന്ന് തീരുമാനിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ദിവസം. ക്ഷമ പറച്ചിലോ ഒഴിവുകഴിവുകളോ ഇല്ലാതെ സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്യം സ്വയം ഏറ്റെടുക്കുന്ന ആ ദിവസമുണ്ടല്ലോ, അന്നാണ് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നത്. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മളെക്കൊണ്ട് കഴിയും. മാറ്റമുണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരുപക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ച് മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരുടെ എതിർപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക. എല്ലാ ബന്ധങ്ങളും തുടക്കത്തിൽ വളരെ മനോഹരമാണ്. എന്തെന്നാൽ തുടക്കത്തിൽ നിങ്ങൾ അഭിനയിക്കുന്നു. ഒരിക്കൽ ഈ ബന്ധം അങ്ങ് സ്ഥിരപ്പെടുകയും നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളിലെ കലഹമത്രയും നുരഞ്ഞു പൊന്താൻ തുടങ്ങുന്നു. അത് നിങ്ങളുടെ പരസ്പര ബന്ധങ്ങളിൽ പ്രതിഫലിക്കാൻ തുടങ്ങുന്നു. സംഘട്ടനം മനുഷ്യൻ്റെ ഉള്ളിലാണ്. അത് അവിടെ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ മറ്റെവിടെയും പരിഹരിക്കപ്പെടില്ല. വലിയ കണ്ണുകളും വിടർന്ന ചുണ്ടുകളുമുള്ള സ്ത്രീകൾ പൊതുവെ ഹ്രസ്വകാല ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നു. മനഃശാസ്ത്രമനുസരിച്ച് ഒരിക്കലും മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ബാങ്ക് ബാലൻസും, നിങ്ങളുടെ ഭാവി പദ്ധതികളും സ്വപ്നങ്ങളും, നിങ്ങൾ ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങൾ, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ, പ്രശ്നങ്ങൾ, നിങ്ങളുടെ നീരസങ്ങൾ, പകകൾ, നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ, വികാരങ്ങൾ, പരിഹരിക്കപ്പെടാത്ത അരക്ഷിതാവസ്ഥകൾ അല്ലെങ്കിൽ ബലഹീനതകൾ, നിങ്ങളുടെ മതപരവും രാഷ്ട്രീയപരവുമായ വീക്ഷണങ്ങൾ. ആൺകുട്ടികളുടെ ചിന്തകൾ എങ്ങനെ മനസ്സിലാക്കാം? അധികം സംസാരിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം മനസ്സിൽ സങ്കടം ഉണ്ടെന്നാണ്. എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന വ്യക്തി 90% സമയത്തും അങ്ങനെയല്ല. പെട്ടെന്ന് നിശബ്ദനാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിൽ മുറിവേറ്റിട്ടുണ്ട് എന്നതാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവൻ ഓർക്കുകയാണെങ്കിൽ നിങ്ങളവന് അത്രമേൽ പ്രിയപ്പെട്ടവനാണെന്ന്. ഒരിക്കലും വിജയത്തെക്കുറിച്ച് വീമ്പിളക്കാത്ത ആത്മവിശ്വാസമുള്ള ആളുകളുടെ 8 പെരുമാറ്റങ്ങൾ. 1. അവർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. 2. അവർ സ്വന്തം വിലമതിക്കുന്നു. 3. അവർ മറ്റുള്ളവരെ ആഘോഷിക്കുന്നു. 4. അവർ നിന്യാസകളും പഠനത്തിനായി തുറന്ന സന്മനസ്സുള്ളവരും ആയി തുടരുന്നു. 5. അവർ അവരുടെ അടിസ്ഥാന മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. 6. അവർക്ക് ശ്രദ്ധാകേന്ദ്രം ആവശ്യമില്ല. 7. അവർ വിമർശനത്തെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു. 8. അവർ വിജയം കൊട്ടി ആഘോഷിക്കാതെ അംഗീകരിക്കുന്നു. ഒറ്റപ്പെടൽ ഒറ്റയായ മനുഷ്യനും ഉറവില്ലാത്ത കിണറും ഒരുപോലെയാണ്. രണ്ടും കാലക്രമേണ ഉപേക്ഷിക്കപ്പെടും. കൂടെ ആരും കാണില്ല എന്ന് അറിഞ്ഞു തന്നെ ജീവിക്കണം. അപ്പോൾ ആര് ഒഴിവാക്കിപ്പോയാലും വലിയ വേദന ഒന്നും ഇല്ലാതെയിരിക്കാം. ചില സമയങ്ങളിൽ ഒറ്റക്കാകുന്നതും ഒരു രസമാണ്. എല്ലാവരും ഉണ്ട്, എന്നാൽ ആരുമില്ല. നോ എന്ന് പറയേണ്ട സമയത്ത് നിങ്ങൾ യെസ് എന്ന് പറയുന്നത് നിർത്തുക. അനാദരവുള്ള പെരുമാറ്റം അംഗീകരിക്കുക. അമിതമായി ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ അവബോധത്തെ അവഗണിക്കുക. സ്വയം പരിചരണത്തെ അവഗണിക്കുക. നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ താഴ്ന്ന ജീവിതത്തിൽ സംതൃപ്തരാവുക. നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തുക. നിങ്ങളുടെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ആത്മാഭിമാനം നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പറയേണ്ട സന്ദർഭങ്ങളാണ്. അതനുസരിച്ച് ജീവിക്കുക.
യഥാർത്ഥ ജീവിതം ജീവിക്കാൻ ആരംഭിക്കുക. ചീത്തയായ കൂട്ടുകാരെ കൂടുതലായി സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാഴ്ചയ്ക്ക് വേണ്ടി വില കൂടിയ സാധനങ്ങൾ കൂടുതൽ വാങ്ങരുത്. നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാകുന്ന കുറച്ചു നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക. ഹൃദയം കൊണ്ട് ധനവാനാവുക, പണം കൊണ്ട് ആകരുത്. എപ്പോഴും സന്തോഷമായിരിക്കുക. ധാരാളം നല്ല ഓർമ്മകൾ ഉണ്ടാക്കി കൂടുതൽ നിമിഷങ്ങൾ ജീവിക്കാൻ വേണ്ടി വിനിയോഗിക്കുക. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക: ചതിക്കാനും അതുപോലെ തന്നെ സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യരുത്. ചിലരുണ്ട്, അവർക്ക് ബോറടിക്കുമ്പോൾ നമ്മെ ഓർക്കും, മെസ്സേജ് ഇടും, വിശേഷങ്ങൾ ചോദിക്കും. പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവരായി മാറിയെന്ന് നമുക്ക് തോന്നും. എല്ലാ കുറ്റവും നമ്മുടെ മേൽ ചുമത്താൻ തുടക്കത്തിലേ പറയും, നമ്മളൊക്കെ മറന്നൂലേ. തോന്നുമ്പോൾ ബൈ പറഞ്ഞു പോകും. അവർക്ക് നമ്മളൊരു കുടയാണ്. മഴ ഉണ്ടായിരിക്കുമ്പോൾ കയ്യിലും ഇല്ലെങ്കിൽ ഒരു മൂലയിലും കിടക്കേണ്ട കുട. അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുക. ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് ഇരുട്ടത്ത് ഉറങ്ങുന്നതോ മറ്റൊരാളെ വെല്ലുവിളിക്കുന്നതോ ഒന്നുമല്ല. ഹൃദയം തകരാതെ തോൽവിയെയും കുറവുകളെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ്. നാം ഒരു തെറ്റല്ല തോൽവിയായി മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളിലും കഴിഞ്ഞുപോയ സങ്കടങ്ങളെ ഓർത്ത് ഒതുങ്ങിക്കൂടിയാൽ പിന്നെ നമ്മൾ ധൈര്യമുള്ളവരല്ല. ഒരുപക്ഷേ ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ് പിന്നീട് സാധ്യമാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുറവുകളും കുറ്റപ്പെടുത്തലുകളിലും ഒറ്റപ്പെടുത്തലുകളിലും പരിഹാസങ്ങളിലുമൊക്കെ ഹൃദയം തകരാതെ സൂക്ഷിച്ചു മുന്നേറുന്നവരല്ലേ ധൈര്യശാലികളെന്ന് പറയുന്നത്. മനഃശാസ്ത്രപരമായ സത്യങ്ങൾ: ചെറിയ കാര്യങ്ങൾക്ക് പോലും ആരെങ്കിലും കരഞ്ഞാൽ അയാൾ നിഷ്കളങ്കനും മൃദുലഹൃദയനുമാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ തവണ സ്ത്രീകൾ വൈകാരിക ഓർമ്മകൾ വീണ്ടും സന്ദർശിക്കുന്നു. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കേണ്ടി വരുമോ അത്രത്തോളം അത് ലഭിക്കുമ്പോൾ നിങ്ങൾ അതിനെ വിലമതിക്കും. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ മുഖഭാവങ്ങൾക്കും ആളുകളുടെ ശരീരഭാഷയും നന്നായി ശ്രദ്ധിക്കുന്നു. പുരുഷന്മാർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ തന്നെ പരിഹരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതേസമയം സ്ത്രീകൾ നിങ്ങളുടെ ആശങ്കകൾ സുഹൃത്തുക്കളുമായി പങ്കുവച്ചില്ലെങ്കിൽ വിഷമിക്കുന്നു. അവർ ആശങ്കകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്ക് ശത്രുക്കളുണ്ടാകും. അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഒന്നോർക്കുക, നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ പ്രീതിക്കായി ഇല്ലാതാക്കേണ്ടതല്ല, അത് നമ്മുടെ ശരിയാണ്. ജീവിതം മനോഹരമാക്കാൻ എപ്പോഴും മറ്റൊരാൾ വേണമെന്ന് മനസ്സ് വാശി പിടിച്ചു തുടങ്ങുന്നിടത്താണ് തോൽവിയുടെ ആദ്യ തുടക്കം. ചരിത്രം വായിക്കാൻ ആർക്കും പറ്റുന്നതാണ്. ചരിത്രം രചിക്കാനാണ് പ്രയാസം. അതിന് കാലിൽ മുറിവേറ്റ് മുൾവേലികൾ ചാടിക്കടക്കേണ്ടി വരും. ചിലപ്പോൾ സൂര്യൻ്റെ ചൂടേറ്റ് വിയർക്കേണ്ടി വരും. ചിലപ്പോൾ മഞ്ഞിൽ ഉരുകി വിറയ്ക്കേണ്ടി വരും. ഒടുവിൽ അർഹിക്കുന്ന പ്രശസ്തിയോ അംഗീകാരമോ ലഭിക്കാതെ മരിക്കേണ്ടി വരും. നിങ്ങൾ ഓർക്കുക, നിങ്ങളിപ്പോൾ സുഗന്ധം ആസ്വദിക്കുന്ന ഒരു പാതയിലൂടെ പണ്ട് ദുർഗന്ധം അനുഭവിച്ച ഒരു കൂട്ടം മനുഷ്യർ നടന്നിരുന്നു എന്നുള്ളത്. വിവാഹം ശരിക്കും ജോലി കിട്ടുന്നത് പോലെയാണ്. ചിലർ ആ ജോലി എൻജോയ് ചെയ്യുന്നു. മറ്റു ചിലർ റിസൈൻ ചെയ്ത് മറ്റൊന്ന് തിരഞ്ഞെടുക്കുന്നു. പിന്നെ ഒരു കൂട്ടം ഡൊണേഷൻ കൊടുത്ത് പോയത് കൊണ്ട് മാത്രം റിട്ടയർമെൻറ്റ് വരെ തള്ളി നീക്കുന്നു. എന്നാൽ ചിലരിപ്പോഴും ഇൻ്റർവ്യൂവിലാണ്. ഇതൊക്കെ കണ്ടിട്ട് ചിലരാണെങ്കിൽ തൊഴിൽ രഹിതരാവാൻ ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്. ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എത്രയൊക്കെ കയ്യിന്ന് പോയാലും ഇടം വലം നോക്കാതെ തർക്കിച്ചങ്ങ് നിൽക്കുക. തോറ്റുപോയാലും സ്വന്തം ശരിക്ക് വേണ്ടി മിണ്ടിയെന്നുള്ള ഒരു സന്തോഷമെങ്കിലും നമുക്ക് വേണമല്ലോ.
വെറുപ്പും പ്രതികാരവും ഒക്കെ ചിന്തിച്ചിരുന്ന സന്തോഷം ഒരിക്കലും ഉണ്ടാകില്ല. മറ്റുള്ളവരുടെ തെറ്റും അതിൻ്റെ ഫലങ്ങളും മാത്രം ചിന്തിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനും കഴിയില്ല. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന ഡോക്ടർ നിങ്ങൾ മാത്രമാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി എന്തുതന്നെയാണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവരുത്. അതൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി ആണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും. ബി യുവർ സെൽഫ്. നമ്മൾ എപ്പോഴും യുണീക്കാണ്. ഏറ്റവും വലിയ ധൈര്യമെന്ന് പറയുന്നത് ഇരുട്ടത്ത് ഉറങ്ങുന്നതോ മറ്റൊരാളെ വെല്ലുവിളിക്കുന്നതോ ഒന്നുമല്ല. ഹൃദയം തകരാതെ തോൽവിയെയും കുറവുകളെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ്. നാം ഒരു തെറ്റല്ല തോൽവിയായി മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളിലും കഴിഞ്ഞുപോയ സങ്കടങ്ങളെ ഓർത്ത് ഒതുങ്ങിക്കൂടിയാൽ പിന്നെ നമ്മൾ ധൈര്യമുള്ളവരല്ല. ഒരുപക്ഷേ ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ് പിന്നീട് സാധ്യമാവണമെന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കുറവുകളും കുറ്റപ്പെടുത്തലുകളിലും ഒറ്റപ്പെടുത്തലുകളിലും പരിഹാസങ്ങളിലുമൊക്കെ ഹൃദയം തകരാതെ നിങ്ങൾ സൂക്ഷിച്ചു മുന്നേറുക. അങ്ങനെ മുന്നേറുന്നവരല്ലേ ധൈര്യശാലികളെന്ന് പറയുന്നത്. നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായും ഒഴിവാക്കേണ്ട ആളുകളാണ് നിങ്ങളെ വില കൽപ്പിക്കാത്തവർ, നിങ്ങളെ എപ്പോഴും വിമർശിക്കുന്നവർ, നിങ്ങളുടെ സമയം പാഴാക്കുന്നവർ, നിങ്ങളോട് അസൂയപ്പെടുന്നവർ, നിങ്ങളെ ഇരയാക്കി കളിക്കുന്നവർ, നിങ്ങളെ ശ്രദ്ധിക്കാത്തവർ, നിങ്ങളെ നിരാശപ്പെടുത്തുന്നവർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.